സിന്ധൂസ് ഫുഡ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു അടിപൊളി കോളിഫ്ലവർ മസാല കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എന്തിൻ്റെ കൂടെ നമുക്കത് സൈഡ് ഡിഷൊക്കെ ആയിട്ട് കഴിക്കാം കേട്ടോ. ഇടിയപ്പം, വെള്ളയപ്പം എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഇറച്ചിക്കറിയുടെ അതേ രുചിയുള്ളൊരു മസാലക്കറിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു കറി തയ്യാറാക്കിയിട്ട് എടുക്കണക്കായി മുന്നായിട്ട് നമുക്ക് ആദ്യം തന്നെ കോളിഫ്ലവർ ഒന്ന് ചൂടുവെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്, നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത ശേഷം കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ടുള്ള കോളിഫ്ലവറാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു കോളിഫ്ലവർ കീടനാശിനിയൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെ വരുന്നതല്ലേ, പിന്നെ ഇതിൽ ചെറിയ പുഴുക്കളും പ്രാണികളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ചെയ്യണത്. ഇതൊരു 5 മിനിറ്റ് മാത്രം ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചാലും മതി. അധിക സമയമൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അധികം സമയം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ വെന്ത് കുഴഞ്ഞ രൂപത്തിലായി പോകും കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനിതെല്ലാം ഒന്ന് എടുത്ത് മാറ്റുകയാണ്. ഇപ്പോൾ ഇതേ കോളിഫ്ലവർ ഞാനിവിടെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്ത ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഓയിലോ അതല്ലെങ്കിൽ വെളിച്ചെണ്ണ എടുക്കാവുന്നതാണ്. ഇതിലോട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു പൊടികളൊക്കെ ഇട്ട് കൊടുത്ത ശേഷം ഇതൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തൊന്ന് ചൂടാക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിലോട്ട് നമുക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തിട്ട് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലിയ ഉരുളക്കിഴങ്ങാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. ചെറുതാണെങ്കിൽ 2 എണ്ണമൊക്കെ എടുക്കാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഒരു 5 മിനിറ്റോളം നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നമ്മുടെ ഒരു ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എല്ലാവരും ഒന്ന് ലൈക്കും കൂടെ ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും അത് കമൻ്റായിട്ട് അറിയിക്കാനും കൂടെ മറക്കരുത്. ഇതിപ്പോൾ ഞാനിവിടെ ഒരു 5 മിനിറ്റോളം നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുത്താലും മതി. ഒരു 5 മിനിറ്റോളം ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി കേട്ടോ. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഞാനിവിടെ അതേ പാൻ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിലൊന്ന് ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലോട്ട് 2 സവാള കട്ട് ചെയ്തിട്ടുള്ളതാണ് ഇട്ട് കൊടുക്കുന്നത്. സവാള കട്ട് ചെയ്യുമ്പോൾ കുറച്ച് വലുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്കിത് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വെളുത്തുള്ളിയാണ്. ഞാനിവിടെ ചെറിയൊരു കുടം വെളുത്തുള്ളിയാണ് ഇതിലേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നത്. കൂടെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തിട്ട് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരമായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോ അല്ലെങ്കിൽ ചതച്ചതോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ ഒരു 10 കാഷ്നട്ട് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ വീണ്ടും ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. കാഷ്നട്ടൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു മസാലക്കറിക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരയ്ക്ക് വേണം ഈ ഒരു സവാള ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഈ ഒരു സമയത്ത് വേണമെങ്കിൽ ഒരല്പം ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് വഴന്നിട്ടൊക്കെ കിട്ടും. ഇതിപ്പോൾ അതേ വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയാണ്. ഈ ഒരു സവാള നന്നായിട്ട് വഴന്ന് കിട്ടിയാൽ മാത്രമാണ് കേട്ടോ തക്കാളിയിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 2 തക്കാളിയാണ് ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് വീണ്ടും ഒന്നുകൂടെ ഒന്ന് വഴറ്റിയിട്ട് എടുക്കാം. ഇപ്പോൾ ഇതേ തക്കാളിയൊക്കെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറാനൊക്കെ ആയിട്ട് മാറ്റി വെക്കാം കേട്ടോ. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം പിന്നെ നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിത് ചൂടാറിയതിന് ശേഷം മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് അരച്ചെടുക്കാനായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇത് മാത്രം ഒന്ന് അരച്ചെടുത്താൽ മതി. ഒട്ടും തരിയൊന്നും ഇല്ലാത്ത വിധത്തിൽ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ ഇതൊന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ ദേ നല്ലോണം തന്നെ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിലോട്ട് നമ്മൾ നേരത്തെ അരച്ചെടുത്തിട്ടുള്ള ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ അത് മുഴുവനായിട്ടൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല കേട്ടോ ഈ ഒരു സമയത്ത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കുക കേട്ടോ. അതിലത്തെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഒന്ന് പോയി കിട്ടാനാണ് ഇതുപോലെ ഒന്ന് ചെയ്യണത്. അപ്പോൾ കുറച്ച് നേരം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിലോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ കുറച്ച് നേരം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ അളവിൽ ചിക്കൻ മസാല കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ചിക്കൻ മസാലയിൽ നല്ല എരിവൊക്കെ ഉണ്ടാവും. ഇനി 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കൂടെ തന്നെ കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കാം കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാനൊക്കെ ആയിട്ട് വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയത്ത് മല്ലിപ്പൊടി ഒരു 1/4 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ മല്ലിപ്പൊടി പിന്നീടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പൊടികളൊക്കെ ചേർത്തിട്ട് കുറച്ച് നേരം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൂടെ കൊടുക്കണം. പൊടികളുടെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഒന്ന് പോകാനായിട്ട് കുറച്ച് നേരം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം.
ഇതിപ്പോൾ ഞാനിവിടെ കുറച്ച് നേരം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഉരുളക്കിഴങ്ങും കോളിഫ്ലവറൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കാം. അപ്പോൾ ഇതിലോട്ട് ഞാൻ ഒരു 1.25 ടേബിൾ സ്പൂൺ അളവിലാണ് കേട്ടോ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൂടെ കൊടുക്കുക. എന്നിട്ട് നമുക്കിതിലേക്ക് പാകത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 2 കപ്പോളം വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു വെള്ളത്തിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് എത്രത്തോണ്ട് ഗ്രേവിയാണ് വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്താലും മതി. പിന്നെ ഒരു കോളിഫ്ലവറും ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് വെന്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ അനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ഇവിടെ ചെന്നൈയിൽ നല്ല മഴയാണ് കേട്ടോ. കുറച്ച് ദിവസമായിട്ട് നല്ല മഴയും കാറ്റും ഒക്കെയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു സൗണ്ടൊക്കെ ഉണ്ടാവും കേട്ടോ. ഞാൻ വോയിസ് കൊടുക്കുന്ന സമയത്തൊക്കെ നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലത്തെ ആ ഒരു ഉരുളക്കിഴങ്ങും കോളിഫ്ലവറൊക്കെ ഒന്ന് വെന്ത് കിട്ടണമല്ലോ, അപ്പോൾ അതിനൊക്കെ അനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കാം. ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം പിന്നെ അത് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ അടച്ച് വെച്ചിട്ട് വേവിക്കുന്ന സമയത്ത് ഇടയ്ക്കൊന്ന് തുറന്നിട്ടൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കൂടെ കൊടുക്കണം. ഇപ്പോൾ ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ വീണ്ടും ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടൊക്കെ ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം കൂടെ ഉണ്ട്. ഒന്നും കൂടെ തിക്കായിട്ടുള്ള ഗ്രേവിയിലാണ് കേട്ടോ എനിക്ക് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഗ്രേവി കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ലൂസായിട്ടുള്ള ഗ്രേവിയാണ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്തൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്നിട്ടൊക്കെ ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. അത് വീഡിയോയിൽ ഇങ്ങനെ ഉൾപ്പെടുത്താനൊക്കെ ആയിട്ട് വിട്ടുപോയതാണ് കേട്ടോ. ആ ഒരു ഭാഗങ്ങളൊക്കെ കട്ടായി പോയി. അപ്പോൾ ഞാൻ കുറച്ച് നേരം കൂടെ അടച്ച് വെച്ച് വേവിച്ചെടുക്കുമ്പോഴേക്കും ഇതിലത്തെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ട് നല്ല തിക്കായിട്ടുള്ള ഒരു ഗ്രേവി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അവസാനമായിട്ട് കുറച്ച് മല്ലിയിലയും പുതിനയിലൊക്കെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ പുതിനയില ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. മല്ലിയില എന്തായാലും ചേർത്ത് കൊടുക്കണം, എന്നാലാണ് ആ ഒരു ഇറച്ചിക്കറിയുടെ അതേ ടേസ്റ്റൊക്കെ വരുള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കോളിഫ്ലവർ മസാല കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. അപ്പം, ഇടിയപ്പം, വെള്ളയപ്പം, പിന്നെ ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാല കറിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്